പൂവാൻ കുറുന്നലിൻ്റെ ഇല അത് ഒരു തവണ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 4-5 ഇലകൾ മാത്രം പറിച്ചെടുത്തിട്ട് അത് കുറച്ച് വെള്ളം കുടഞ്ഞ് അത് ഇടിച്ച് അത് തിരുമ്പാം. നന്നായിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി. അരച്ചെടുത്തിട്ട് അതിൻ്റെ നീര്, പൂവാൻ കുറുന്നലിൻ്റെ നീര് മൂർധാവിൽ ഉറ്റിക്കുക. ഉറ്റിച്ചിട്ട് ഉള്ളം കൈയിൻ്റെ ഭാഗം കൊണ്ട് അത് ചെറുതായിട്ട് തിരുമ്മി ഒരു 5-10 മിനിറ്റ് നേരം പതുക്കെ തിരുമ്മിയാൽ മതി. തിരുമ്മിയാൽ പിന്നെ കൈച്ചൂട് തട്ടിയിട്ട് പിന്നെ ആ നീര് നമ്മളെ കണ്ണ്, മൂക്ക്, പിന്നെ വായ, ചെവി ആ ഭാഗത്തേക്ക് ഇറങ്ങി വരേണ്ടതാണ്. അത് തൊണ്ടൻ്റെ ഭാഗത്തേക്കാണ് അത് ലാസ്റ്റ് വരേണ്ടത്. അപ്പോൾ നമ്മൾ അത് 1-2 പ്രാവശ്യം അല്ലെങ്കിൽ 3-4 പ്രാവശ്യം ചെയ്താലൊന്നും ചിലപ്പോൾ തൊണ്ടൻ്റെ ഭാഗത്തേക്ക് ആ ടേസ്റ്റ് എത്തിക്കൊള്ളണം എന്ന് ഇല്ല. അത് കുറച്ചിങ്ങനെ റിപ്പീറ്റ് ചെയ്തു വന്നാൽ, അതായത് 4-5 അല്ലെങ്കിൽ ഒരാഴ്ച ഒക്കെ ടൈം എടുത്ത് വരുമ്പോഴേ ചിലപ്പം ഇങ്ങനെ ആ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴാണോ അങ്ങനെ ആ ടേസ്റ്റ് തൊണ്ടിൻ്റെ ഭാഗത്തേക്ക് എത്തുന്ന ആ ദിവസം മുതൽ പിന്നെ ആ റൂട്ട് കനാൽ ആ ഭാഗത്തേക്കുള്ള എല്ലാ ഞരമ്പുകൾക്കും എന്താ പറയുക, എയർ പാസിങ്ങിന് സാധ്യത കിട്ടി എന്നാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ നമ്മളെ സൈനസൈറ്റിസിൻ്റെ അറകളുണ്ടല്ലോ, പിരികത്തിൻ്റെ ഭാഗം, പിന്നെ കവിളിൻ്റെ ഭാഗം, ആ ഭാഗത്തേക്കുള്ള സൈനസൈറ്റിസിൻ്റെ ആ അറകളും കൂടെ തുറന്ന് കിട്ടും. അതിൽ കൂടിയും എയർ പാസിങ്ങിനുള്ള സൗകര്യം കിട്ടും. കഫക്കെട്ട്, ഭയങ്കരമായുള്ള കഫക്കെട്ട്, പിന്നെ അതുപോലെ മൈഗ്രെയിനോടനുബന്ധിച്ചുള്ള തലവേദന, കണ്ണ് പുകച്ചൽ, അങ്ങനത്തെ കാര്യങ്ങൾക്ക്, പിന്നെ അതുപോലെ മണം അറിയാത്ത അവസ്ഥ, അതിന് മാറ്റം വരിക. അങ്ങനെ മാറ്റം വന്നിട്ട് പിന്നീടാണ് അത് ചെവീൻ്റെ കാര്യത്തിലേക്ക് വരുന്നത്. ചെവീൻ്റെ ആ ഭാഗത്തേക്കും കൂടെ എയർ പാസിങ് കിട്ടുകയും പിന്നെ ചെവിയിൽ ശരിക്കും എയർ പാസിങ് കിട്ടിയതോടുകൂടി പിന്നെ ചെവീൻ്റെ അകത്ത് മൂളിച്ച, പിന്നെ അങ്ങനെ പതുക്കെ ഇങ്ങനെ സ്റ്റെപ്പ് മാറി ഇംബാലൻസിങ് എന്ന ബോഡി ഇംബാലൻസിങ്, ചെവീൻ്റെ ഒരു പിന്നെ പ്രശ്നം കൊണ്ടാണ് ഈ ബോഡി ഇംബാലൻസിങ് വരുന്നത്. അതായത് ശരീരത്തിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗം ചെരിഞ്ഞ് നടക്കേണ്ടി വരിക. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ ബോഡി ഇംബാലൻസിങ്ങിനും കൂടെ അത് ഒന്ന് നേരാക്കിയെടുക്കാൻ സപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ പൂവാൻ കുറുന്നലിൻ്റെ ഈ ഇലൻ്റെ നീരിൻ്റെ എടുക്കേണ്ട വിധവും ഉപയോഗിക്കേണ്ട രീതിയും. അപ്പോൾ ഇത് നമ്മൾ ഈ മൂർധാവിൽ ഇത് ഉറ്റിക്കുന്നതിന് പുറമെ ഒരു 4-5 ഇലകൾ, പൂവാൻ കുറുന്നലിൻ്റെ ഇലകൾ മാത്രം എടുത്തിട്ട് അത് വെള്ളത്തിൽ ചെറുതായിട്ടൊന്ന് തിളപ്പിച്ച് അതിൽ കല്ലുപ്പ് അല്ലെങ്കിൽ സാധാരണ പൊടിയുപ്പാണെങ്കിൽ പൊടിയുപ്പ്, പിന്നെ ഗ്രാമ്പു 3-4 അല്ലെങ്കിൽ 2-3 അങ്ങനെ കുറച്ചെങ്കിലും ഗ്രാമ്പു വേണം. അത് രണ്ടും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി മൈൽഡായിട്ട് തിളപ്പിച്ച്, പിന്നെ ചൂട് വല്ലാതെ ഓവറില്ലാത്ത ഒരു വെള്ളത്തിൻ്റെ പരുവത്തിൽ ആയാൽ ആ വെള്ളം ഗാർഗിൾ ചെയ്യാൻ, കവിൾ കൊള്ളാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ കുറച്ച് നേരം വായൻ്റെ തൊണ്ടൻ്റെ ഭാഗത്തും ആ വെള്ളത്തിൻ്റെ നീര് പിടിച്ചു വെക്കുക. ആ ഇളം ചൂടുള്ള വെള്ളം പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ തൊണ്ടൻ്റെ ഭാഗത്തേക്ക് ഉണ്ടാകുന്ന ഈ ഇൻഫെക്ഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു റിലീഫ് കിട്ടും. അങ്ങനെ ഒരു ഉപയോഗം കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം മൂർധാവിൽ പൂവാൻ കുറുന്നലിൻ്റെ ഇലൻ്റെ നീര് മാത്രം ഇറ്റിച്ചതിന് ശേഷം പിന്നെ അവിടെ ഒന്ന് തിരുമിയതിന് ശേഷം പിന്നെ നമ്മൾ ഗാർഗിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4-5 ഇലകൾ വെള്ളത്തിൽ ഇതേ പ്രകാരം ഗ്രാമ്പൂ ഉപ്പും ചേർത്തിട്ട് റെഡിയാക്കി വെച്ചാൽ ആ വെള്ളം എടുത്തിട്ട് വായിൽ കവിൾ കൊള്ളുക. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് നടക്കും. അപ്പോൾ ഇത് നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആഴ്ചയിൽ തുടക്കത്തിൽ ഒരു 3 ദിവസമൊക്കെ കണ്ടിന്യൂസ് ചെയ്തിട്ടുള്ള അങ്ങനെ ഒരാഴ്ച ചെയ്യുക. പിന്നെ അത് ആഴ്ചയിൽ 2 ദിവസമാക്കിയിട്ട് മാറ്റാം. അതായത് ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ 2 പ്രാവശ്യം ആഴ്ചയിൽ 2 ദിവസങ്ങൾ മാത്രം ആക്കി ഈ പ്രയോഗം ചെയ്ത് നോക്കാം. അങ്ങനെ അതൊരു പ്രാക്ടീസായിട്ട് മാറണം. അതിങ്ങനെ ചെയ്യുന്ന ഒരു ദിനചര്യ എന്ന് പറയുന്ന പോലെ
അതിങ്ങനെ ഒന്ന് ഇടവിട്ട ദിവസം അല്ലെങ്കിൽ 3 ദിവസം അടുപ്പിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെ ഈ പൂവാങ്കുറുന്തലിൻ്റെ ഇലേൻ്റെ നീര് തൊണ്ടയെയും കണ്ണിനെയും മൂക്കിനെയും പിന്നെ ചെവിനെയും ഒക്കെ അതൊരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു പ്രതിരോധം ഇമ്മ്യൂണിറ്റി കൊടുക്കും. അങ്ങനെയുള്ള ഇൻറ്റേർണൽ ഓർഗാൻസിനൊക്കെ നല്ല എയർ പാസിങ് കിട്ടാൻ, അതായത് ഓക്സിജൻ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തണമല്ലോ. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ പിന്നെ ഇതേ പ്രകാരം തന്നെ കണ്ണിന് കുളിർമ കിട്ടുക, കണ്ണിൻ്റെ കാഴ്ചക്ക് കുറച്ചും കൂടി ബ്രൈറ്റ്നസ് കിട്ടുക, അതെല്ലാം കൂടെ ഇതിൻ്റെ പ്രയോഗം കൊണ്ട് കിട്ടും. ഇത് പൂവാങ്കുറുന്തലിൻ്റെ ഇല ഈ മഴത്തുള്ളികൾ ഏറ്റിട്ട് അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള സമയങ്ങളിൽ മഞ്ഞ് കണങ്ങൾ അല്ലെങ്കിൽ മഴത്തുള്ളികൾ തട്ടിയിട്ടുള്ള പൂവാങ്കുറുന്തലിൻ്റെ ഇലൻ്റെ അറ്റത്ത് ഈ മഞ്ഞ് കണം ചെറുതായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന കാണാം. അങ്ങനെയുള്ള പൂവാങ്കുറുന്തൽ എടുത്തിട്ട് കണ്ണിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ വാട്ടർ ഡ്രോപ്സ്, ആ ഡ്രോപ്സ് മാത്രം അവിടെ കണ്ണിൽ എഴുതാം, 2 കണ്ണിലും എഴുതാം. അപ്പോൾ അത് കണ്ണിന് നല്ല കുളിർമ കിട്ടാനൊക്കെ, പിന്നെ അതിൽ കൂടെ കണ്ണിന് രക്തോട്ടം കിട്ടാനും, പിന്നെ കണ്ണിന് ചൂട് അധികരിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറയാനും ഒക്കെ അങ്ങനെ ഒരു സംഭവം ചെയ്യുമ്പോൾ, അതായത് മഞ്ഞുകണം ഏറ്റിട്ടുള്ള പിന്നെ പൂവാങ്കുറുന്തലിൻ്റെ ഇലൻ്റെ അറ്റത്തും ഒരു ബൾബ് പോലെ തൂങ്ങി നിൽക്കുന്ന, ചെറിയൊരു ബൾബ് പോലെ തൂങ്ങി നിൽക്കുന്ന ആ പൂവാങ്കുറുന്തലിൻ്റെ അറ്റത്തുള്ള ആ മഞ്ഞുകണം കണ്ണിലെഴുതുക. അപ്പോൾ അത് കണ്ണിന് നല്ല കുളിർമ കിട്ടാനും ബ്രൈറ്റ്നസ് കിട്ടാനും, പിന്നെ നൈറ്റ് ടൈമിലുള്ള നിശാന്തത എന്ന് പറയും, അതായത് ശരിക്ക് കണ്ണിന് ഒരു പാട കിട്ടുന്ന പോലെ. തിമിരം എന്ന് പറയും, പക്ഷെ തിമിരത്തിന് അത് വലിയ പ്രയോജനമൊന്നും കിട്ടൂല. അതായത് തിമിരം മാറും എന്നല്ല, പക്ഷെ കണ്ണിന് ഒരു ബ്രൈറ്റ്നസ് കിട്ടും. അങ്ങനെ ഓക്കെ, ഇങ്ങനെ മൾട്ടിപ്പിൾ യൂസ്ഫുൾ പ്ലാന്റ് ആണ് ഈ പിന്നെ പൂവാങ്കുറുന്തലിൻ്റെ ഇല.